ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ദുബായ് മാളിലേക്ക് പോവാണ്. അപ്പൊ ഗൈസ്, ഇത് ബുർജ് ഖലീഫയാണ് കേട്ടോ. ഓ, ബുർജ് ഖലീഫയ്ക്ക് എന്തൊരു ഉയരാന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ ദുബായ് മാളിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ അതേ ദുബായ് മാൾ എത്തി, നമ്മൾക്ക് കടക്കാം. അപ്പോൾ ഇവിടെ കുറേ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ബണ്ണിണ്ട്, ഒരു യൂണിക്കോൺ ഉണ്ട്, കുറേ പ്രിൻസസ് ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കുറേ നേരം അതൊക്കെ ഞങ്ങളുണ്ടായി. അപ്പോൾ ഇവിടെ നിറയെ തുമ്പികളൊക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായി. കുറേ കളറൊക്കെ വെച്ച് പേപ്പർ കൊണ്ട് ചെയ്തിട്ടുണ്ടായി. ഞാനപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി നടക്കാൻ കുറേ സാധനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മോതിരാട്ടോ. ഞാൻ കണ്ട് ഇപ്പോൾ ഫസ്റ്റ് വിചാരിച്ചു വല്ല റിങ്ങൊക്കെ ഉണ്ടാക്കണതായിരിക്കും. പിന്നെ ബ്രേസ്ലെറ്റ്. ഇവിടെ ആ പെട്ടിയിൽ വെച്ചിട്ടുള്ളത് ഒരു വാച്ചും, പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈഫിൽ ടവർ ഒരു ക്ലിപ്പാട്ടാ. അപ്പം അവിടെ ഒരു പാത്രത്തിലൊരു ബണ്ണി ഇരിക്കുന്നുണ്ടായി. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അത് ഞാൻ എടുത്ത് വെച്ചപ്പോൾ അതിങ്ങനെ അനങ്ങി പോവായിരുന്നു. മറ്റേത് അനങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു സാധനം തിരിച്ചു കഴിഞ്ഞിട്ടാണ് അത് അനങ്ങണത്. അപ്പോൾ ഇവിടെ നിറച്ച് കീച്ചെയിനൊക്കെ ഉണ്ടായി. ഒരു ഫ്ലെമിങ്ങോൻ്റെ കീച്ചെയിൻ, പിന്നെ ആ തവളയുടെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ ഒരെണ്ണം വെറുതെ നിൽക്കണ്, ഒരെണ്ണത്തിൻ്റെ നാവ് ഇങ്ങനെ നിൽക്കണുണ്ടായി. എന്നിട്ട് ഞാനവിടെ കുറേ തരം കീച്ചെയിനൊക്കെ കണ്ടു. ഇതൊരു വലിയ പേപ്പർ ക്ലിപ്പാട്ടാ. ഈ കാണുന്ന പാവയും പിന്നെ കുറുക്കൻ്റെ ഒക്കെ പോലത്തെ ഇതൊക്കെ ഞാൻ കണ്ട് ഞെട്ടി. അപ്പോൾ ഇവിടെ നിറവ് വാച്ചൊക്കെ ഇരിക്കുന്നുണ്ടായി. ഒരു ബഗ്ഗിൻ്റെ, കുറേ പിങ്കും അങ്ങനെ റെയിൻബോൻ്റെ ഷെയ്ഡായിട്ട് വെച്ചിട്ടുണ്ടായി. ഇതൊരു ചീർപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഒരു നെയിൽ ആർട്ട് ചെയ്യണതും മേക്കപ്പ് ചെയ്യണതും. പിന്നെ ഇതൊക്കെ ഒരു ബ്രഷാണ്, ഇങ്ങനെ ഒട്ടിച്ചയ്ക്കാൻ പറ്റണത്. അതിൻ്റെ വായയിലൊരു ഇതായിട്ട് ഉള്ളൊരു ബ്രഷ് ഉണ്ടായി. പിന്നെ ഇവിടെ ഒരു ചോപ്സ്റ്റിക്ക് പോലത്തെ സാധനം എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ നോക്കി അതിൻ്റെ കാലിൽ ഇങ്ങനെ കുത്തി വയ്ക്കാൻ പറ്റും. ഇതെന്താണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാൻറ്റുണ്ട്, നിറവ് കപ്പുകളുണ്ട്. പിന്നെ താഴെ എന്തൊട്ടാ സാധനം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെന്തായാലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നിറവ് സാധനങ്ങളുണ്ടായി. ഇതിവിടെ ഫിംഗർ പപ്പൻ്റെ. ഇവിടെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യണതുണ്ട്, പിന്നെ പ്രതിമയുണ്ട്. പിന്നെ ഇതെന്തൊട്ടാന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ സാധനം ഇരിക്കുന്നുണ്ടായി, പാത്രങ്ങളുണ്ടായി. പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കപ്പൊക്കെ വെക്കില്ലേ, അതാണ്. ഈ പാമ്പ് വെറുതെ കളിക്കാനാണ്. ഇവിടെ കുറേ ബോട്ടിലാട്ടും, പിന്നെ പാത്രങ്ങൾ, പെയിൻ്റുള്ള പാത്രങ്ങൾ, ഒരു മുട്ട വെക്കണ സാധനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതേപോലത്തെ കുറേ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരേ ഒരു ബ്രാൻഡിൻ്റെ ഒരു പൂച്ചകളുടെ പോലത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു. ഇതൊരു മനുഷ്യൻ്റെ പോലത്തെ എന്തോ ഒരു സാധനം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മളങ്ങനെ സോണിയുടെ കടയ്ക്കാണ് കയറുന്നത്. ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി. അവിടെ കുറേ ഡെസേർട്ട് പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ക്യാമറയാണ്. താഴെ കുറേ തരം ക്യാമറ ഉണ്ടായിരുന്നു. ഫുള്ള് സോണിയുടെ കടയാണ്. ഫുള്ളും സോണി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ.
ഇത് ഓരോരോ ടി വി ആയിരുന്നു. ഇതൊക്കെ ക്യാമറയാണ്. വെള്ള ക്യാമറ, കറുപ്പ ക്യാമറ, എല്ലാത്തിനും നല്ല വിലയുണ്ട്. കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സോണിയുടെ ഇമേജ് സെൻസർ ടെക്നോളജിയാണ്. ഇത് പല വലിപ്പത്തിലുമാണ്. ഞാനിങ്ങനെ ഓരോ ക്യാമറയും കണ്ട് അതിശയിച്ച് പോകുമ്പോഴാണ് ഒരു ഡെസേർട്ട് ഇവരുണ്ടാക്കിയത് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ മരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച്, ക്യാമറിനെ വെച്ച്, ഭാഗമൊക്കെ സെറ്റ് ചെയ്ത്, റോഡ് സെറ്റ് ചെയ്ത്, കാറൊക്കെ വെച്ച് കണ്ട ക്യാമലോള് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടാക്കിയാളെ സമ്മതിക്കണം. എന്തോരം കഷ്ടപ്പെട്ടിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഇത് ഓയിലാണ്, പെട്രോളിയം. അവിടെ സാംന്ന് കണ്ടില്ലേ. പിന്നെ ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പ്ലേ സ്റ്റേഷനാണ്. കുറേ ടി വി ആണ്. നല്ല ക്ലിയറിറ്റി ഉണ്ട്. കുറേ നിവൽസൊക്കെ ഉണ്ട് അതിൽ. ഇതൊക്കെ ടി വി ആണ്. ഇത് ഓളി ടി വി എന്തോ ഒരു പേരായിട്ടുള്ളതാണ്. ഇത് പ്ലേ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ കസാരയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഓളിയുടെ ടി വി. ദുബായിയുടെ ഓരോരോ ഭംഗി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞ കസാര. ഇവിടെ ടച്ച് ചെയ്യണ്ട, ഇരിക്കണ്ട, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലേ സ്റ്റേഷൻ. അങ്ങനെ അപ്പുറത്തും ഉണ്ട്. കുറേ ഉണ്ടായപ്പോഴേ ഇങ്ങനെ കുറേ തരം കളിക്കുന്ന സാധനം, ഗെയിംസും അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായി. പല കളറിലുള്ള പ്ലേ സ്റ്റേഷനുണ്ട്. ഇവിടെ വേറെ ഒരു പ്ലേ സ്റ്റേഷനാണ്. ഇവിടെയും ഉണ്ട്. ഇതാണ് പ്ലേ സ്റ്റേഷൻ്റെ ലോഗോ. ഗൈസ്, അപ്പം നമ്മൾ സോണിന്ന് പോവാണ്. ഇവിടെ കുറേ ടെക്നോളജിയുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാ കാണുന്നത് നൈക്കിയാണ്, അഡിഡാസ് ആണ് അവിടെ. ഇത് എത്തിയ സ്ഥലത്ത് അപ്പുറത്ത് കാണുന്നത് അഡിഡാസ് ഒറിജിനൽസ് ആണ്. ഇങ്ങനെ ഞാനൊരു കടയിൽ കയറി. ഇവിടെ ഫ്ലെമിംഗോ ഉണ്ട്, അവിടെ ഷാർക്ക് ഉണ്ട്, പല കളർ ഷാർക്ക് ഉണ്ട്, കുറേ തരം ഷാർക്ക് ഉണ്ട്. പിന്നെ ഒരു ഒറിജിനൽ പോലത്തെ ടേർട്ടിലുണ്ടായിരുന്നു. അവിടെ അതിൻ്റെ ചെറുതുണ്ടായിരുന്നു. അങ്ങനെ ഡോൾഫിൻ ഉണ്ട്, വേറെ ടേർട്ടിലുണ്ട്, പിന്നെ ഏതൊരു ഭാവി ഉണ്ടായി. ഇത് ക്രൊക്കഡൈലാണ്, റിയൽ പോലത്തെ ക്രൊക്കഡൈല്. പിന്നെ ഞാൻ നോക്കിയിരുന്നത് ഒരു മെർമെയ്ഡിൻ്റെ ആയിരുന്നു. നീല മെർമെയ്ഡ്, പിങ്ക് മെർമെയ്ഡ്, അങ്ങനെ കുറേ തരം മെർമെയ്ഡ് ഉണ്ടായിരുന്നു. ഇതൊരു കാർട്ടൂണിലുള്ള നിമ്മാണ്, എനിക്കറിയില്ലേ. ഇത് ഡോൾഫിൻ. വലിയ നിമോ ഉണ്ടായിരുന്നു, ചെറിയ നിമോ ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു നിമോ. ഇത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്. ഇതിലാണ് ഞങ്ങൾ വന്നത്, ഈ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ. അപ്പുറത്ത് കുറേ മീനിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇതാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ്. ഇവിടെ ഡ്രസ്സുകളുണ്ട് കുറേ തരം. പിന്നെ ഇവിടെ റിയൽ പോലത്തെ പെങ്കിനോളുണ്ടായി. അറബ് പെങ്കിനോളായിരുന്നു. ഇവിടെ കുറേ ഷേപ്പിലുള്ള ഹെയർ ബാൻഡ്, ഒരു പാവ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ്, പിന്നെ ഷാർക്ക് ഉണ്ടായിരുന്നു, സ്ക്വിഫ്റ്റി ഷാർക്ക്, കുറേ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഗൈസ്, മെർമെയ്ഡിന്റെ ചീർപ്പാണ്. ഞാനത് വെച്ച് എഴുതി നോക്കി.
ഇത് അക്വേറിയത്തിന്റെ ഒരു കടയാണ്. ഇത് ബേബി ഷാർക്കിന്റെ സെറ്റ് സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു. ഇത് കാണിച്ച സ്ഥലമാണ്. ഷാർക്കോളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ റബ്ബറും എയർ ഹോസ്റ്റേഴ്സിന്റെ കീ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ള് റബ്ബറും കീ ചെയിനും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അക്വേറിയത്തിലുള്ള കുറച്ച് സാധനങ്ങൾ പെട്ടിയിലിട്ട് അടച്ചിട്ടുണ്ടായി. ഇതാണ് ഞങ്ങളുടെ കട. ഇത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്ത കടയ്ക്ക് പോവാണ്. ഇത് സ്മിഗിൾ എന്ന് പറഞ്ഞൊരു കടയാണ്. ഇതിൽ കുറേ ബാഗ്സും പൗച്ചസും വാട്ടർ ബോട്ടിൽ, അതായത് സ്കൂൾ ഐറ്റംസാണ് കൂടുതൽ. ഇതൊക്കെ പെന്നുകളാണ്, ഓരോ തരം പെന്നുകളാണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്ന പലതരം ഷേപ്പിലും കളിക്കാനൊക്കെ പറ്റിയ തരം പെന്നുകളാണ്. അത് അമ്മുക്കുട്ടി അതെടുത്ത് കളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഹൈലൈറ്ററും കൂടിയിട്ടാണ്. ഇതിന് ഫീഡ് ജെറ്റ് പെന്നാണിത്. സ്മിഗിൾ എന്ന് പറഞ്ഞ കടയിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. ഇത് ഗ്രോയിങ് പെറ്റ് എന്ന് പറഞ്ഞൊരു കളിപ്പാട്ടാണ്. ഇതൊക്കെ ഓരോരോ പെന്നുകളാണ്, ഓരോ ഷേപ്പിലും ഒക്കെ നല്ല കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു തരം പെന്നുകളായിരുന്നു ഒക്കെ. ഇത് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കൈ മടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബ്രേസ്ലെറ്റ്, അത് നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല സന്തോഷം. പിന്നെ കുറേ പലതരത്തിലുള്ള വാച്ചുകൾ ഉണ്ടായിരുന്നു. വാട്ടർ ബോട്ടിലുകൾ ഒരു കളക്ഷൻ തന്നെയുണ്ട്. നല്ല ഭംഗിയുള്ള വാട്ടർ ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ബാഗുകളാണ് ഇത് കൂടുതലും. പൗച്ചുകൾ, കുറേ ബാഗിൻ്റെയും പൗച്ചിൻ്റെയും കളക്ഷൻ ഉണ്ട്. ഒരേ സൈസിൽ മോഡലൊക്കെ ആയിട്ട്. അതേപോലത്തെ തന്നെ ലഞ്ച് ബോക്സസും ഉണ്ട്, വാട്ടർ ബോട്ടിലും ഉണ്ട്. ഒരേ കളറിലും ഷെയ്ഡിലൊക്കെ ആയിട്ട് ഒരുപാട് വാട്ടർ ബോട്ടിൽസിലുണ്ട്. പിന്നെ ഇത് കീ ചെയിൻസാണ്. നമുക്ക് ബാഗ് പോലെയൊക്കെയുള്ള വലിയ വലിയ കീ ചെയിൻസ് ഒക്കെയാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. പല മോഡലിലും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫീജറ്റ് പെന്നെന്ന് പറഞ്ഞ പെന്നുകളാണ്. അതാണ് അമ്മുക്കുട്ടി എടുത്ത് വെച്ച് കളിക്കുന്നുള്ളത്. നമുക്ക് വളരെ ഭംഗിയുള്ള പെന്നുകളായിരുന്നു. പിന്നെ ഒക്കേനും ഒരുപാട് വിലയാണ് അവിടെ നിന്ന്. ഒരു സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. സ്കെയില്, പെൻസില്, സിസേഴ്സ്, പിന്നെ കളർ പെൻസിലുകളൊക്കെ നന്നായി ഉണ്ട്. സ്കൂളിൽ പോകേണ്ട നമ്മൾ ഇവിടെ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാതും കിട്ടും. പലതരത്തിലൊക്കെ ട്രോളി ബാഗുകളാണ്. ഒരേ മനോഹരമായ കളറുകളൊക്കെ ആയിരുന്നു ഒക്കെ. ട്രോളി ബാഗുകൾ, അതിൻ്റെ അനുസരിച്ച് ലഞ്ച് ബോക്സ്, പൗച്ച്. ആ റോസ് കളർ ബാഗ് നല്ല ഭംഗിയുള്ള ബാഗായിരുന്നു. അതിൻ്റെ തന്നെ ലഞ്ച് ബോക്സും പൗച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഈ പർപ്പിൾ കളർ ബാഗിൻ്റെയും എല്ലാ സെക്ഷൻസും അതിലുണ്ട്. ഇനി അല്ലാതെ ഒരേപോലെ വെച്ച് ഇതെന്തോ ജിറാഫ്, ടൈഗർ, സീബ്ര, റോക്ക് നോക്കിക്കൊണ്ട് ഞാൻ 3 ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടിക്കുട്ടി ഡാഷ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചെറിയ പപ്പി ഉണ്ടായിരുന്നു, അതിൻ്റെ ഉണ്ണി. എന്നിട്ട് ഞാൻ അതിനെ വെച്ച് കുറേ നേരം കളിച്ചു. അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ഇവിടെ കുറേ പാമ്പ് പോലത്തെ സാധനം. ഇതാണ് ദുബായിലെ അക്വേറിയം. നിറവ് വീടുകളുണ്ടായി. ഞാൻ ഇമോരിയൊക്കെ തപ്പി. ഞാൻ ഇമോരിയൊന്നും കണ്ടില്ല. പക്ഷെ കുറേ മീനുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. തീജണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. ഹാമർ ഷാർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ താഴേക്ക് പോയി. അവിടെ ഒരു ചേട്ടൻ ക്ലീനാക്കായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു വലിയൊരു തിരണ്ടി. അതിനെ ഞാൻ വരികയാണെങ്കിൽ കാണിച്ചു തരാം.
പിന്നെ ചാളി ഉണ്ടായിരുന്നു, നിറവ് മീനുണ്ടായിരുന്നു, പിന്നെ കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല രസത്തിൽ ആ കല്ലൊക്കെ. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനീസസിൻ്റെ ഉള്ളിൽ കയറി. അവിടെ മിഠായി നോക്കുമ്പോൾ ഇവിടെ വലിയൊരു ലോലിപോപ്പിൽ നിറവ് ജെല്ലിയായിട്ട് ഇതൊരു പാവയുടെ ഉള്ളിലായിട്ട് ക്യാൻഡീസ് വെച്ചിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ളതായിരുന്നു. പിന്നെ അവിടെ മുകളിൽ ഒരു എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു. അതേപോലത്തെ കുറേ പാവകൾ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അവിടെ തന്നെ ക്യാൻഡീലീസസിൻ്റെ ഒരു എയറോപ്ലെയിന്, അതിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നുണ്ടായി. നല്ല രസമായിരുന്നു. പിന്നെ പാവോളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു ക്യാൻഡീസ് നിറച്ച് വെച്ചിട്ട് കുറേ പേര് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, ഒരു കീ ചെയിൻ ആയിരുന്നു, കുറേ മിഠായി വെച്ചിട്ടുള്ള കീ ചെയിൻ. ഇത് ലോലിപോപ്പായിരുന്നു. പിന്നെ ഈ ഒരു വലിയ ലോലിപോപ്പിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ലോലിപോപ്പായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇത്തിരി മിഠായി മേടിച്ചു. ഇപ്പം എടുത്ത് തിന്നാൻ പാടില്ല, പക്ഷെ നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോയി ബില്ലടച്ചിട്ട് തിന്നാൻ പാടുന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ നിറവും മിഠായികളായിരുന്നു. അതിൽ ഏതൊക്കെ എടുക്കണം എന്നായിരുന്നു കൺഫ്യൂഷൻ. പിന്നെ 100 ഗ്രാമിന് 17 ദിർഹംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ M&M's ഒക്കെ ഉണ്ടായിരുന്നു, കുറേ പാവകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തൂട്ടത്? അങ്ങനെ ദേ ഇവിടെ കുറേ ഫ്ലെമിംഗോസ് ഉണ്ടായി, പെന്നുണ്ടായി. അപ്പോൾ ഇവിടെ കുറേ തരം പെന്നൊക്കെ ഉണ്ട്. ഒരു പോംസിക്കിൾ പോലത്തെ പെന്നുണ്ട്. ഞാനതൊക്കെ എടുത്ത് നോക്കി. അവിടെ ഐസ്ക്രീമിൻ്റെ പെന്നുണ്ട്, പിന്നെ ബ്ലൂ കളർ സാധനത്തിൻ്റെ പെന്നുണ്ട്, പിന്നെ ഐസ്ക്രീമുകൾ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. 3 ഫ്ലേവറുള്ള ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഒരു പെന്നുണ്ടായിരുന്നു. കുറേ തരം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ല തമാശ തോന്നുന്ന തരം മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെർമെയ്ഡിൻ്റെ ഒക്കെ ഓരോരോ പാവകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വളഞ്ഞിട്ടുള്ളതും പിന്നെ നേരെ നിൽക്കുന്നതും. ഗായ്സ്, ഇവിടെ കിസീസിൻ്റെ പോലെ തന്നെ ഹഗ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഈ സാധനം നമ്മൾ ഇതിലൊരു മിഠായി ഇട്ടിട്ട് അത് തുറക്കുമ്പോൾ അതിങ്ങനെ വരുന്നതാണ്. ഇതൊരു ബാർബിയുടെ ഒരു ക്യാമറയായിരുന്നു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ സാധനങ്ങളൊക്കെ വരും. ഇവിടെ ഫോട്ടോ എടുത്തതായിട്ട് വരാനായിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഇപ്പം കാണാം, ഇങ്ങനെയാണ് കാണാം ഉൾഭാഗത്തിൽ.
ഗൈസ് അപ്പോൾ ഇത് നിറവും ബാർബിയുടെ സാധനങ്ങളാണ്. ഇവിടെ LOL ഒരേ ഇതിൻ്റെ കളിപ്പാട്ടായിരുന്നു. ഇവിടെ ജെല്ലി ബീനിൻ്റെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ ഇനി പോണത് ദുബായ് വാട്ടർഫോൾസിലേക്കാണ്. ഇതാണ് ദുബായ് വാട്ടർഫോൾസ്. ഇതിൽ കുറേ മനുഷ്യന്മാർ ഇങ്ങനെ നിൽക്കണ പോലെ സിൽവർ കളറിലുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള് പോലൊരു സ്ഥലമുണ്ട്. ഇതിൽ ക്ലോറിൻ്റെ നല്ല മണം ഉണ്ടായി. എനിക്ക് നീന്താനൊക്കെ തോന്നി. എന്തൊരു രസമാണെന്നൊക്കെ. ഞാൻ ഈ വാട്ടർഫോൾസ് കണ്ട് അത്ഭുതപ്പെട്ടു. ഇപ്പം നമ്മളുള്ളത് ദുബായ് ഫൗണ്ടൈനിലാണ്. ഇത് ബുർജ് ഖലീഫയാണ്. ബുർജ് ഖലീഫയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഫൗണ്ടൈൻ. എനിക്കിത് കാണുന്നത് നല്ല ഇഷ്ടമായി. ഞാൻ നോക്കിക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളായിരുന്നത്. നീന്താനൊക്കെ തോന്നി എനിക്ക്. നമ്മളിപ്പോൾ ഉള്ളത് MR സ്ക്വയറിലാണ്. അവിടെയാണ് ഫൗണ്ടൈൻ ഉള്ളത്. MR ടവേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് MRൻ്റെ ഒരു ബിൽഡിങ് തന്നെയായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നമ്മളിനി അവിടെയുള്ള ഒരു പാലത്തേക്ക് പോവാണ്. അവിടെ നിന്നാൽ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂള് എല്ലാം കാണാൻ മതിയാക്കി. അപ്പം ഞാൻ കയറാണ്. അപ്പോൾ നമ്മൾ ചൈന ടൗണിൽ വന്നിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഇതാണ് ചൈന ടൗൺ. ഇവിടെ ലൈറ്റ് ഉണ്ട്. മറവ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ കുറേ ലാമ്പ് പോലത്തെ സാധനങ്ങൾ തൂക്കിയിട്ടുണ്ടായി. അത് അവിടെ കാണുന്ന മരമാണ് സക്കൂറ മരം. ഞാനങ്ങനെ അവിടേക്ക് പോവാണ്. ഇതാണ് ആ ലാമ്പ് പോലത്തെ സാധനം. കണ്ടോ, ഇതാണ് സക്കൂറ മരം. പിങ്ക് പൂവുകളാണ് ഇതിലുള്ളത്. ഗൈസ് അപ്പോൾ ഇത് ഇവിടുത്തെ ലാമ്പാണ്. ഗൈസ് ഇവിടെ ഒരു വലിയ പാൻഡി ഉണ്ട്. ഒരമ്പലം പോലത്തെ സ്ഥലമുണ്ട്. അവിടെ വലിയൊരു പാൻഡി ഉണ്ട്. കുറേ ബാംബൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഗൈസ് അപ്പോൾ അവിടെ ആ അമ്പലത്തിലല്ലോ ഞങ്ങൾ ചെന്ന് നോക്കി. അതാണ് ആ അമ്പലം. ഇവിടെ എന്തോ ചൈനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ് അപ്പോൾ ആ വലിയ പാൻഡയുടെ അടുത്തേക്ക് ഞാൻ പോയി നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ അവിടെ കാർപ്പറ്റിൽ കുറേ തുന്നി വെച്ചിട്ടുണ്ടായി ഓരോരുത്തരുടെ ഷേപ്പ്. ഗൈസ് അപ്പോൾ ഇവിടെ നല്ല ക്യൂട്ട് ബിയർ ഉണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ആയിട്ടൊരു അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ഗൈസ് അപ്പോൾ നമ്മൾ മോമോസൊക്കെ പോവാണ്. ഗൈസ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള പാവകളുണ്ട്. ഇവിടെ നീളത്തിലുള്ള പാവയുണ്ട് ഇതേപോലത്തെ. പിന്നെ നല്ല പാൻഡ ഫ്രൂട്ട്സൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പാവുണ്ട്. പിന്നെ ഇവിടെ കുറേ ഊതുന്ന സാധനങ്ങൾ ബബിൾ ഉണ്ടാക്കുന്നത് അതുണ്ട്. പിന്നെ ഈ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ മേത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്. പിന്നെ ഇതേപോലെ ഒരു കറക്കണ സാധനമുണ്ട്. അതും ഊതണ സാധനം തന്നെയാണ്. ആ ബബിൾ ഉണ്ടാക്കുന്നത് അതിങ്ങനെ തിരിക്കുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ തിരിയും. അതൊക്കെ ഞാൻ കുറേ നേരം കളിച്ചു.
അവിടെ ഒരു സാധനം വേറൊരുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൽ വേറെ വേറെ ഇമോജി ആവും. നല്ല രസമുണ്ടായിരുന്നു. അമ്മ അത് കളിച്ചു, ഞാനും കളിച്ചു നോക്കി. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മുഖം ഇങ്ങനെ തിരിയാണ്. ഗൈസ്, ഇതൊരു ക്യാമറയാണ്. ആ ക്യാമറയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കാണാം. ഇവിടെ നിറച്ച് മീനുകളെ കാണാം. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ആ സ്ഥലം പോവും, ഇങ്ങനെ വേറെ സ്ഥലമാവും. അപ്പം മീൻ പോണ പോലെ നമുക്ക് തോന്നും. അതാണിത്. ഇവിടെ നിറവും വണ്ടികളൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള വണ്ടികൾ. ഇവിടെ കുറെ ക്രോക്സും ചെരുപ്പുകളൊക്കെ ഉണ്ട്. നിറവ് ചെരുപ്പുണ്ടായി. പിന്നെ കീ ചെയിനാണ്, ബാഗുള്ള കീ ചെയിൻ. ഇവിടെ പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ പാർട്ടിക്കൊക്കെ ഇങ്ങനെ തൂക്കി വയ്ക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കുറെ കപ്പ്. ഇതൊരു ഷാർക്കിൻ്റെ സാധനമാണ്. ഇതിവിടെ ഞെക്കുമ്പോൾ ഇങ്ങനെ വായ തുറക്കുകയും ചെയ്യും, അടയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചൈന ടൗണിലുള്ള മുമ്മൂസോക്കി വരണം. ഇത് തലയിലിടുന്ന സാധനമാണ്. ഇത് മീൻ പിടിക്കുന്നതാണ് ഈ സാധനം. ഇവിടെ കുറേ തലയിലിടുന്ന സാധനം ഉണ്ടായിരുന്നു. ഇവിടെ ബാത്ത് ബോംസ് ആണ്. ഇവിടെ കുറേ സാധനം ഉണ്ടായി. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. ഗൈസ്, അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.